പൃഥ്വിരാജ് എന്തിനാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾക്ക് സാധാരണ രീതിയിലുള്ള സിനിമകൾ ചെയ്താൽ എന്താ? ഹോളിവുഡ് രീതിയിലുള്ള പരീക്ഷണങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് ഇനിയും മടുത്തില്ലേ എന്ന് പുച്ഛഭാവത്തോടെ ചോദിക്കുന്ന പലരുടെയും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്നാണ് ഈ പരീക്ഷണ സിനിമകൾ നിർത്തിക്കൂടെ എന്നുള്ളത്. അങ്ങനെ പരീക്ഷണ സിനിമകൾ നിർത്തിപ്പോകേണ്ട ഒരു വ്യക്തിയാണോ പൃഥ്വിരാജ് എന്ന നടൻ? എന്തിനാണ് പൃഥ്വിരാജ് ഇങ്ങനത്തെ പരീക്ഷണ ചിത്രങ്ങൾ ചെയ്യുന്നത്? അങ്ങേർക്ക് അമറക് ബ്രാൻഡണി പോലെ അല്ലെങ്കിൽ എന്ന് നിന്റെ മൊയ്തീൻ പോലെ ഇൻസ്റ്റൻറ്റ് ഹിറ്റ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കിട്ടുന്ന കാശും മേടിച്ച് ബാങ്കിലിട്ട് സേഫായിട്ട് വീട്ടിൽ അങ്ങ് ഇരുന്നാൽ പോരെ? എന്തിനാണ് സ്വന്തം കാശ് മുടക്കി 9 പോലൊരു സിനിമ എടുത്ത് മലയാള സിനിമയെ രക്ഷിക്കാൻ നോക്കുന്നതെന്ന് തുടങ്ങി, അല്ലെങ്കിൽ ഹോളിവുഡ് സ്റ്റൈലിലുള്ള പടങ്ങൾ ഇവിടെ ഇറക്കി എന്തിനാണ് അങ്ങനെ പരീക്ഷണങ്ങൾ ചെയ്യുന്നതെന്നൊക്കെ ഒരുപാട് വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. പവാട പോലെ അല്ലെങ്കിൽ അമറക് ബ്രാൻഡണി പോലെ വളരെ ഈസി ആയിട്ട് ഹിറ്റ് അടിക്കാൻ പറ്റുന്ന സ്റ്റാർഡവും റിസോഴ്സസും ഒക്കെ ഉണ്ടായിരിക്കെ സ്വന്തം കാശ് മുടക്കി സോണി പിക്ചേഴ്സിനെ പോലെ വലിയ കമ്പനികളെ കേരളത്തിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടൊരു സിനിമ ചെയ്യുമ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. ആ സിനിമ ഇഷ്ടപ്പെട്ടവരുണ്ടാവും, ഇഷ്ടപ്പെടാത്തവരുണ്ടാവും. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു പരീക്ഷണത്തെ എന്തിനാണ് നമ്മൾ താറടിച്ച് കാണുന്നത്? അങ്ങനെ മോശമാക്കി ചെയ്യേണ്ട ഒന്നും ആ സിനിമയിലുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെടുകയും ചെയ്തൊരു സിനിമയാണ് 9 എന്ന് പറയുന്നത്. അതുപോലെ അദ്ദേഹം പല സിനിമകളും പല പരീക്ഷണങ്ങൾ ചെയ്തു. ഒരുപക്ഷെ മലയാളത്തിൽ നല്ല ഇന്ത്യയിൽ തന്നെ പല നടന്മാരും ചെയ്യാൻ മടിക്കുന്ന മുംബൈ പോലീസ് പോലെയുള്ള സിനിമയിലെ ക്യാരക്ടേഴ്സ്, എനിക്ക് തോന്നുന്നു അതിൻ്റെയൊക്കെ കഥയൊക്കെ വിറ്റുപോയിട്ട് പോലും പലരും ചെയ്യാൻ തയ്യാറാകാത്ത സിനിമകൾ ധൈര്യത്തോടെ ചെയ്യാൻ മനസ്സ് കാണിച്ച ഒരു നടനാണ് പൃഥ്വിരാജ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു 2012 സമയത്തുള്ള ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു, എനിക്കിഷ്ടമുള്ള സിനിമകളാണ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്. എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടാൽ ഞാനത് ചെയ്യുന്നു എന്ന് മാത്രം, അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണത്. നമുക്കറിയാം, കുറച്ച് ഒരു 10-20 സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് തീർച്ചയായിട്ടും പരാജയ ചിത്രങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും. അപ്പം സക്സസ് റേഷ്യോ വളരെ കുറഞ്ഞൊരു മേഖല തന്നെയാണ് സിനിമ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരിടത്ത് എടുത്ത ഭൂരിഭാഗം സിനിമകളും വിജയിപ്പിച്ച എന്നാൽ തൻ്റെ പരീക്ഷണങ്ങൾ നിർത്താതെ വീണ്ടും വീണ്ടും മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരാൾ തന്നെയാണ് പൃഥ്വിരാജ്. ഇപ്പം അദ്ദേഹം ലാസ്റ്റ് പ്രൊഡ്യൂസറായിട്ട് വന്ന 9 വരുന്നു, ഡയറക്ടറായിട്ട് ലൂസിഫർ വരുന്നു. അങ്ങനെ ഏത് മേഖലയിലും കൈവച്ചിട്ട് മലയാള സിനിമയുടെ മുന്നോട്ടുള്ള പോക്കാണ് ആ ചെറുപ്പക്കാരൻ്റെ ഏറ്റവും വലിയ എയിം എന്ന് അദ്ദേഹം വളരെ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് പലരും ശ്രദ്ധിച്ചിട്ടുണ്ട്, പല ഇൻ്റർവ്യൂകളിലൂടെ തന്നെ അങ്ങനെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നിലൂടെ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വരാനുള്ളൊരു വഴിയാണ് അദ്ദേഹം തുറന്നത്. അദ്ദേഹം പറയുന്നത് മലയാള സിനിമ എന്ന് പറയുന്നത് ഈ ഒരു ചെറിയ ഇതിൻ്റെ അകത്ത് ഒതുങ്ങിക്കൂടേണ്ടതല്ല. കാരണം നമുക്ക് വളരെ കഴിവുള്ളവരുണ്ട്, കഴിവുള്ള താരങ്ങളുണ്ട്, എഴുത്തുകാരുണ്ട്. അപ്പം നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് യൂണിവേഴ്സലായിട്ട് നമുക്കൊരു അക്സെപ്റ്റൻസ് കിട്ടുന്ന രീതിയിലുള്ള സിനിമകൾ ഇവിടെ നിർമ്മിക്കപ്പെടുക എന്നുള്ളതാണ്. അതായത് ഇപ്പം നമുക്കറിയാം, മഹേഷിൻ്റെ പ്രതികാരം പോലൊരു സിനിമ ഒരിക്കലും ഇന്ത്യക്ക് പുറത്ത് എത്ര പേർക്ക് ആ സിനിമ മനസ്സിലാകുന്നു? കാരണം അത് നമ്മുടെ മലയാളികൾക്ക് മാത്രം മനസ്സിലാകുന്ന രീതിയിൽ ഒരുപക്ഷെ തയ്യാർ ചെയ്യപ്പെടും. പക്ഷേ വളരെ മികച്ച സിനിമയാണ്. പക്ഷേ അതുകൊണ്ട് കേരളത്തിന് പുറത്തേക്ക്, ഇന്ത്യയുടെ പുറത്തേക്ക് പോയ അത്രത്തോളം ആളുകൾക്ക് അത് മനസ്സിലാകണമെന്നില്ല. എന്നാൽ ടേക്ക് ഓഫ് പോലെ, ഇയോബിൻ്റെ പുസ്തകം പോലെ, അല്ലെങ്കിൽ 9 പോലെയുള്ള സിനിമകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഒരു യൂണിവേഴ്സൽ തീമാണ്. എവിടെ ഏത് നാട്ടിലുള്ള ഒരാൾ ആ സിനിമ കണ്ടാലും അവർക്കത് മനസ്സിലാവും. അത്തരം സിനിമകളിലേക്കാണ് അദ്ദേഹം കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പറഞ്ഞു. പക്ഷേ അദ്ദേഹം ചിലപ്പം അല്ലാത്ത സിനിമകളും നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സാധാരണ സിനിമകളും ഒക്കെ ചെയ്തതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പരീക്ഷണത്തെ പലരും കളിയാക്കുന്ന രീതിയിലാണ് കുറേ എഴുത്തുകളും വീഡിയോസും ഒക്കെ ഞാൻ കണ്ടു. മലയാളത്തിൽ അത്തരം പരീക്ഷണങ്ങൾ ചെയ്യുന്നതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന നടനാണ് പൃഥ്വിരാജ്. ഒരുപക്ഷെ അദ്ദേഹം നാളെ മറ്റുള്ള നടന്മാർക്ക് ഒരു പ്രചോദനമായിരിക്കും. കാരണം അദ്ദേഹം ചെയ്യുന്നത് കാണുമ്പോഴത്തേക്കായിരിക്കും മറ്റുള്ള നടന്മാരും അത് ചെയ്യാനായിട്ട് തയ്യാറാകും. നമുക്കറിയാം, അന്യഭാഷകൾ, അതായത് വിജയോ അല്ലെങ്കിൽ രജനീകാന്ത് ആയിക്കോട്ടെ, അല്ലെങ്കിൽ തെലുങ്ക് സൂപ്പർ സ്റ്റാർസ്, അവരൊക്കെ ഒന്ന് ഒരച്ചിൽ വാർത്തെടുത്ത സിനിമകളാണ് കണ്ടിന്യൂസ് ചെയ്തു വരുന്നത്. ഒരു സിനിമയിൽ നിന്ന് മറ്റൊരു സിനിമയായിട്ട് വലിയ വ്യത്യാസങ്ങൾ പോലും ചെയ്യാൻ അവർക്ക് ധൈര്യമില്ല. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ മലയാളത്തിലുള്ള എല്ലാ താരങ്ങളും, മമ്മൂട്ടി, മോഹൻലാൽ ഉൾപ്പെടെ, അവർ വലിയ താരങ്ങളായി നിൽക്കുമ്പോൾ പോലും വളരെ വ്യത്യസ്തമായ സിനിമകൾ ചെയ്യാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അത് പിന്തുടരുന്ന ഒരു തലമുറ തന്നെയാണ് നമുക്ക് ആവശ്യം. ആ തലമുറയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആൾ തന്നെയാണ് പൃഥ്വിരാജ്. അദ്ദേഹത്തിൻ്റെ ഇതുവരെ ചെയ്തു വന്നത്, അതായത് 2012 മുമ്പ് അദ്ദേഹം കുറേ പാഴ് സിനിമകളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് അദ്ദേഹം ചെയ്തു വരുന്ന അല്ലെങ്കിൽ എടുത്തിരിക്കുന്ന സിനിമകളൊക്കെ ഒന്നിനൊന്ന് വ്യത്യസ്തമായ സിനിമകൾ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു, വ്യത്യസ്തമായ മേഖലയിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു, സംവിധാനം ചെയ്യുന്നു. അങ്ങനെ ഒരു നടനെ കിട്ടുക എന്ന് പറയുന്നത് മലയാള സിനിമയുടെ ഇൻഡസ്ട്രിയുടെ ഭാഗ്യമായിട്ട് ഞാൻ പറയുന്നില്ല യുവതാരങ്ങളിൽ ഏറ്റവും മികച്ച അഭിനേതാവ് പൃഥ്വിരാജ് ആണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ പൃഥ്വിരാജ് എന്ന നടനെ കൊണ്ട് മലയാള സിനിമയെ മറ്റൊരു ലെവലിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. പൃഥ്വിരാജ് എന്ന നടൻ്റെ കയ്യിൽ, അല്ലെ നിർമ്മാതാവ്, സംവിധായകൻ്റെ കയ്യിൽ മലയാള സിനിമ ഭദ്രമാണ്. നാളെ മലയാള സിനിമ ഒരുപക്ഷെ അറിയപ്പെടുക പൃഥ്വിരാജ് എന്ന നടനിലൂടെ ആയിരിക്കും എന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പരീക്ഷണ ചിത്രങ്ങൾ ഇനിയും വരട്ടെ, നല്ലവ വിജയിക്കട്ടെ. ചില പരീക്ഷണങ്ങളൊക്കെ പാളിപ്പോയേക്കാം, സ്വാഭാവികമാണ്. കാരണം
പരാജയം സിനിമയുടെ ഭാഗം തന്നെയാണ്. ഒരിക്കലും പരാജയങ്ങളൊക്കെ പേടിക്കേണ്ട കാര്യം, കാരണം അദ്ദേഹം സോഷ്യൽ മീഡിയയിലായാലും ഒരുപാട് ആരോപണങ്ങൾ നേരിട്ടു, പരാജയങ്ങൾ നേരിട്ട് സ്വപ്രയത്നം കൊണ്ട് കഷ്ടപ്പെട്ട് അദ്ദേഹം ഈ നിലയിൽ എത്തിച്ചേർന്നു. എനിക്ക് തോന്നുന്നു വളരെ ന്യൂനപക്ഷം മാത്രമായിരിക്കും ഒരു പക്ഷേ പറയുന്നത് അദ്ദേഹം ഇത്തരം പരീക്ഷണ ചിത്രങ്ങളൊക്കെ അവസാനിപ്പിക്കണമെന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷം ആളുകൾക്കും അദ്ദേഹം ഇത്തരം ചെയ്യുന്നത് ഇഷ്ടം തന്നെയാണെന്ന് ഞാൻ വിചാരിക്കും. കാരണം ഇത്തരം സിനിമകൾ മലയാളത്തിൽ വരാൻ, അതല്ലെങ്കിൽ അന്യഭാഷയിൽ ഉണ്ടാകുമ്പോൾ അയ്യോ അത്തരത്തിലൊരു സിനിമ മലയാളത്തിൽ വന്നിരുന്നെങ്കിൽ കാണാമായിരുന്നു അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇടുന്ന ആളുകൾ തന്നെയാണ് മലയാളത്തിൽ ഇത്തരത്തിലൊരു പരീക്ഷണം വരുമ്പോഴത്തേക്ക് കൊള്ളുകയില്ലെന്ന് പറയുന്നവരുണ്ട്. പക്ഷേ അത് കുറച്ച് പേരാണ്, അതൊരു കുറച്ച് പേര് മാത്രമാണ്. കൂടുതൽ ആളുകളും അത്തരം പരീക്ഷണങ്ങൾ വരണമെന്നും നല്ല മലയാള സിനിമകൾ, അതായത് ഹിന്ദിയിലോ അല്ലെങ്കിൽ തമിഴിലോ ഒക്കെ ഉണ്ടാകുന്ന പോലെ വിപ്ലവകരമായ മാറ്റങ്ങൾ മലയാളത്തിലും വന്ന് മലയാള സിനിമ, കാരണം ഇന്നത്തെ കാലത്ത് വേൾഡ് വൈഡ് ഏതൊരു മനുഷ്യനും ഇൻ്റർനെറ്റ് വഴി ഏത് ലോകത്തിലെ ഏത് കോണിലുണ്ടാക്കുന്ന സിനിമയും കാണാനായിട്ടുള്ളൊരു ചാൻസ്, അല്ലെങ്കിൽ ഒരു ഭാഗ്യമുള്ളൊരു നാട്ടിൽ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചു പോകുന്നത്. ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഒരു വലിയ ലോകത്താണ്. അപ്പോൾ മലയാളത്തിലുണ്ടാകുന്ന സിനിമകൾ ലോകത്തിരിക്കുന്ന ഏതൊരു മനുഷ്യനും ഏതൊരു നാട്ടുകാരനും കാണാവുന്ന രീതിയിലുള്ള യൂണിവേഴ്സൽ തീമുകളിലേക്ക് ബന്ധിപ്പിച്ച് അങ്ങനത്തെ സിനിമകൾ ഉണ്ടാകട്ടെ. അതിലേറ്റവും മുന്നിൽ നിന്ന് നയിക്കാൻ കഴിയുന്ന ഒരു നടനായിട്ട് പൃഥ്വിരാജ് മാറട്ടെ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതുവരെ ചെയ്ത എല്ലാ വീഡിയോസും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടു നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.